നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഈ ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരാണ്? 3 പതിറ്റാണ്ട് കാലത്തെ അഭിനയ സബരിയ, മലയാള സിനിമയിൽ സ്ത്രീ നർമ്മത്തിൻ്റെ പര്യായം. ഒരുപാട് അസുലഭ മുഹൂർത്തങ്ങൾ നമ്മുടെ മനസ്സിൽ ശേഷിപ്പിച്ച മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം കൽപ്പന. കൽപ്പനയെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൽപ്പന, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, താങ്ക് യു. പണ്ടൊരു വീപ്പക്കുറ്റിയായിരുന്നു, ഇപ്പോൾ നോക്കിയാൽ സ്ലിം ബ്യൂട്ടി ആയിരിക്കും. അതാണ് സാർ, ദൈവം ഇരിക്കുന്ന പെയിന്റ് ഉണങ്ങാനല്ല, നമ്മൾ ഒരിക്കൽ നടക്കാത്ത കാര്യം പിന്നെ ഒരിക്കൽ നടത്തിത്തരും. പണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കേട്ടോ, ഇപ്പം ഇവരുടെയൊക്കെ പ്രായത്തിൽ മെലിഞ്ഞിരിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്നെ നേരിട്ട് കാണുന്ന പോലെ അല്ല ഫ്രെയിമിലെ. നേരിട്ട് അന്നും വലിയ വണ്ണമില്ല, പക്ഷേ പിന്നെ ഈ സിനിമയിൽ വരുമ്പോൾ ഈ മുഖത്തിന്റെ ഒക്കെ ഒരു അതെ മത്തങ്ങ പോലത്തെ ഒരു മുഖവും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോ എന്താ അറിയില്ല, കുറച്ചുകൂടെ പക്വതയൊക്കെ ഏജൊക്കെ വന്നപ്പോഴത്തേക്കും മെലിഞ്ഞു തുടങ്ങി. ഇപ്പോഴാണ് ആ പഴയ ആഗ്രഹം നടപ്പിലായത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ അത് കിട്ടുമ്പോഴേക്കും കുറെ കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ അപ്പോഴായിരിക്കും അത് നല്ലതെന്ന് തോന്നുന്നു വിട്ടാജി. ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ എപ്പോഴെനിക്ക് ഒരു സംഭവം എപ്പോൾ വേണം. കൽപ്പനയെ ആൾക്കാർ വീപ്പക്കുട്ടി മത്തങ്ങാന്നൊക്കെ വിളിച്ചിരുന്നു. പിന്നെ എവിടുന്നാ റേഷൻ വാങ്ങിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാ വലിയ വണ്ണവും ഇല്ല കേട്ടോ, പിന്നെ എന്നെക്കാളും വണ്ണമുള്ളവരൊക്കെ ഉണ്ട്. ചേച്ചി എവിടുന്നാ ചേച്ചി റേഷൻ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചവരുണ്ട്. വിഷമം തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. കാരണം നേരിട്ട് കണ്ടാൽ കുഴപ്പമില്ല, സിനിമയെ കണ്ടിട്ട് ഇവർ പറയുന്ന അഭിപ്രായങ്ങൾ ഇതാ. പക്ഷേ ഒത്തിരി നാളായി ഇപ്പം അടുത്ത സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യാറില്ല, യോഗയൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, വീട്ടു ജോലിയൊന്നും വലുതായിട്ട് ചെയ്യുന്ന ആളുമല്ല. പക്ഷേ എന്തോ മെലിഞ്ഞ് വരുന്നു. പക്ഷേ അടുത്ത സമയത്ത് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ അതൊക്കെ കൊണ്ട് വെയിറ്റ് അങ്ങ് പോയി. നമുക്ക് ഈ ഒരു പോയിന്റ് നിർത്തണം, താഴേക്കും പോകണ്ട മുകളിലേക്കും പോകണ്ട. ഓക്കെ താങ്ക് യു. ഇതിപ്പോ ഒരു ഐശ്വര്യ റായ് ലൈനിലേക്ക് എത്തിയിരിക്കും. താങ്ക് യു. കേട്ടല്ലോ ആ മാതിരി വാക്കൊക്കെ. എന്താ പറയുന്നത്, ഒരു പ്രായം കഴിഞ്ഞാൽ ശുക്രൻ വരുമെന്ന് പറയുന്നത്. ഐശ്വര്യ റായ് എന്ന് പറയുന്നത് പ്രസവിക്കാത്ത ഐശ്വര്യ റായിയുടെ കാര്യമാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വണ്ണം വെച്ചു. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിർത്താം. തീർച്ചയായിട്ടും. കൽപ്പനയ്ക്ക് രൂപത്തിൽ മാത്രമല്ല, കൽപ്പനയുടെ അഭിനയത്തിലും വലിയൊരു മാറ്റം സംഭവിച്ചു, രൂപപരിണാമം സംഭവിച്ചു, വലിയ അംഗീകാരം. ഒരുപക്ഷെ കൽപ്പനയുടെ അഭിനയകാംക്ഷികൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അംഗീകാരത്തിന് അമ്മ പോലും വിചാരിച്ചിട്ടുണ്ടാവും. ആരും വിചാരിച്ചിട്ടില്ല, ഞാനേ വിചാരിച്ചിട്ടില്ല. കാരണം നമുക്ക് മുൻപൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ. ഞാൻ തന്നെയാണോ ഈ അവാർഡിന് പാത്രമായെന്ന് വിളിച്ച് ചോദിച്ചു. ഞാൻ അത് അങ്ങയോട് പറഞ്ഞില്ലേ, ഞാൻ എന്നെ ഒരു ചാനലിൽ നിന്നാണ് വിളിച്ച് പറയണേ. ഉച്ചയ്ക്ക് ഞാൻ മറ്റൊരു ചാനലിലെ ഷൂട്ടിലിരിക്കുമ്പോൾ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞു പിന്നെ സ്ക്രോള് പോകുന്ന കാണുന്നില്ലേ, ചേച്ചിക്ക് നാഷണൽ അവാർഡെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കായിരിക്കത്തില്ല, ശരിക്കും നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. ഇല്ല ചേച്ചിക്ക് അവാർഡ്. ഞാൻ പറഞ്ഞു ചുമ്മാ മോനെ. ഞാൻ കേട്ടത് കൽപ്പന ആ വാർത്ത അറിഞ്ഞപ്പോൾ നേരെ കലണ്ടർ തുറന്നിട്ട് ഇന്ന് ഏപ്രിൽ 1 നോക്കി. തീർച്ചയായിട്ടും നോക്കിയേനെ. ആ ഒരു സിറ്റുവേഷൻ എന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചില്ല. കലണ്ടർ കയ്യിലില്ലാത്തതുകൊണ്ട് നോക്കിയില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എൻ്റെ ഒരു കസിൻ മിസ്റ്റർ മനോജ് മേനോൻ വിളിച്ചാ പറഞ്ഞ ചേച്ചിക്ക് നാഷണൽ അവാർഡ്, സഹനടിക്കുള്ള അവാർഡ് ചേച്ചിക്കാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. ഇപ്പൊ നേരത്തേക്ക് ഇറങ്ങിയോ? ഞാനോ? ഞാൻ മുമ്പേ ഈ ലെവലിൽ തന്നെ നിന്ന ആളല്ലേ. ഈ അവാർഡൊക്കെ ഉണ്ട്, ആൾക്കാരെങ്കിലും പൊങ്ങി അവിടെ വിളിക്കുന്നു ഇവിടെ വിളിക്കുന്നു, ആകെ കൂടി ഒരു വല്ലാത്തൊരു ഒരിക്കലും ഇല്ല വിട്ടാച്ചി. അത് ആ ഒരു നില ഞാൻ ഇന്നും എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല. അങ്ങേക്ക് അറിയാമോ, പ്രസിഡന്റിന്റെ നിന്ന് വാങ്ങിക്കുന്ന അവാർഡ് ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ ഇനിയും വെച്ചിട്ടില്ല. അവാർഡ് അവിടെ ഇരിക്കുക, ഫോട്ടോയും ചെറിയ ഫോട്ടോസ് അവർ ഡൽഹിയിൽ തന്നിരുന്നു. ഒരു അംഗീകാരത്തിനും കൽപ്പനയെ സ്വാധീനിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല വിട്ടാജി. എന്നെ സ്വാധീനിക്കാം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് എപ്പോഴും വരുന്ന മൊത്തം. അതൊക്കെ അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും അമിതമായ മോഹങ്ങളും ഉള്ള ആളല്ല ഞാൻ, ഒന്നും കണ്ട് ഭ്രമിക്കുന്ന ആളുമല്ല ഞാൻ. അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു, പക്ഷേ ഇത് കൽപ്പനയാന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് അറിയാവുന്നത്. ബിട്ടാജി അറിയാതെ പോയി തെറ്റായി പോയത്. കാരണം ബിട്ടാജി പണ്ടേ എങ്ങനെ കേട്ടോ, അമിതമായി ഒരു മോഹമൊക്കെ ഉള്ള പ്രായം ഉണ്ടല്ലോ നമുക്ക്, യങ് ഏജിൽ ടീനേജ് ആയി. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രായത്തിൽ നായികയായിട്ട് വരണം. ഇപ്പൊ 10-18 എത്രയായി? 18 ഇന്നലെ ആയിരുന്നു എൻ്റെ പിറന്നാൾ. സത്യം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. സ്റ്റാർ വൈസ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം. കൽപ്പനയുടെ കണ്ണ് നനഞ്ഞോ? സെന്റിമെന്റ് സീനൊക്കെ കാണുമ്പം വരും, അല്ലാതെ ഞാൻ പെട്ടെന്ന് കരയുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇത്തരം സീനൊക്കെ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇത് അഭിനയിച്ചപ്പോൾ എന്തായിരുന്നു? അഭിനയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു വിട്ടാസി. കാരണം എനിക്കറിയാമല്ലോ ഈ അന്തർജനോമ്മയും റസിയെ എനിക്ക് അറിയാം 5-6 വർഷമായിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അടുപ്പവും ആ അമ്മൂമ്മയെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. എൻ്റെ അമ്മൂമ്മയുടെ പ്രായമുണ്ട് അമ്മ. അപ്പോൾ അവരുടെ ഒരു ജീവിതമൊക്കെ നോക്കിയിട്ട് അതുമായിട്ട് അഭിനയിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. 3 പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു കൽപ്പനയ്ക്ക് ഒരു നടി എന്ന നിലയിൽ ഒരു അംഗീകാരം സിദ്ധിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്താണ് കൽപ്പന ഒരു മേമ്പടി, ഒരു മസാല, മലയാള സിനിമയ്ക്ക് ചിരിക്കണം കുറച്ചു നേരം വരട്ടെ കൽപ്പന. അതിൽ നിന്ന് കൽപ്പനയ്ക്ക് പ്രായപൂർത്തിയായി, തീർച്ചയായിട്ടും കൽപ്പനയും ഒരു നടിയായി എന്ന് മലയാളി മാത്രമല്ല ദേശീയ പുരസ്കാര സമിതി അംഗീകരിച്ചു. അതൊരു പക്ഷേ ഒരു അഭിനേതാവിനോ അല്ലെങ്കിൽ അഭിനേത്രിക്കും കിട്ടാത്ത വേറൊരു സിദ്ധി ഉണ്ടായി. എന്ന കാരണം വെച്ചാൽ താൻ അനുഭവിച്ച അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയ ഒരു ജീവിത മുഹൂർത്തത്തെ സിനിമയാക്കിയപ്പോൾ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇവിടെ ഞാൻ കട്ട് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്, നോക്കിക്കോളൂ. റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിക്കാനായി പോയ ചെല്ലമ്മ അന്തർജനത്തിനെ ട്രാക്കിൽ നിന്ന് കൈപിടിച്ച് സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്ന റസിയ ബേബിയുടെ കഥ ഞാൻ അറിയുന്നത് പത്രവാർത്തയിൽ കൂടിയാണ്. ഈ വാർത്ത നേരത്തെ അറിഞ്ഞ കൽപ്പന അവർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട് എന്ന് പത്രത്തിലെ ന്യൂസിലുണ്ടായിരുന്നു. ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൽപ്പനയോട് പറഞ്ഞു കൽപ്പനയാണ് ഈ റസിയ ബേബിയുടെ വേഷം ചെയ്യുന്നതെന്ന്. അപ്പോൾ കൽപ്പന എന്നോട് പറഞ്ഞ മറുപടി, ബാബുജി ഞാൻ തന്നെ വേണോ, ഇത് വേറെ ആരെങ്കിലും ചെയ്താൽ പോരായോ, എൻ്റെ സഹോദരി ഊർവശിയല്ല ഇച്ചിരിയുടെ ഭേദം. അപ്പം ഞാൻ കൽപ്പനയോട് പറഞ്ഞു കൽപ്പന ഇതാണ് എൻ്റെ നിയോഗം. പറഞ്ഞത് സത്യമാണ് കുട്ടാജി. കാരണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഉർവശിയെ നായികയാക്കാനാണ് പറഞ്ഞത്. ഡിസ്ട്രിബ്യൂഷനാകും, എപ്പോഴേ പടം റിലീസായി എന്നെ ഉർവശി അഭിനയിച്ചിരുന്നെങ്കിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇങ്ങനൊരു നന്മ കൽപ്പനയ്ക്ക് ചെയ്യാമെങ്കിൽ കൽപ്പന മതി റസിയ ബീവി എന്നാണ് പറഞ്ഞത്. തോന്നുന്നു എന്ന് വെച്ചാൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമുക്ക് ക്ലാസ്സിലൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, പക്ഷേ ഒരു റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ട്. സംസ്ഥാന സമിതികളൊന്നും ഇതൊന്നും കണക്കിലെടുത്തേയില്ല. സംസ്ഥാന അവാർഡ് സമിതി എനിക്കൊന്ന് കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്. ബിട്ടാസ് ലീഫിൽ അവർ കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്. പടത്തിന് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം ഒരു അന്തർജനത്തിനെ പോലെ ഒരു അമ്മ, ഒരു മുസ്ലിം സ്ത്രീ ഇത്ര വർഷമായി സംരക്ഷിക്കുന്ന ആ ഒരു മാറ്റർ സ്വദേശ ചിത്രം എന്നുള്ള കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നന്നായി വിട്ടാസി, അതുകൊണ്ട് നന്നായി. നമ്മുടെ സംസ്ഥാന പുരസ്കാര സമിതികളൊക്കെ ഇതുപോലെ ഗൗരവത്തോടെ സിനിമകളെ വീക്ഷിക്കുന്നില്ലല്ലേ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിട്ടാസി, നമ്മളിപ്പോൾ അവാർഡ് കിട്ടുന്നവർക്കൊക്കെ അതാണ് വലുത്. നമ്മൾ ഈ സിനിമകളെല്ലാം കാണുന്നില്ലല്ലോ. ഇപ്പം ഇന്ന ആളിന് കിട്ടി അവാർഡ്, അപ്പോൾ അവരായിരിക്കും ഈ കൂടുതൽ ബെറ്റർ ചെയ്തു എന്നായിരിക്കും നമ്മൾ ധരിക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ അതിലും ബെറ്ററായിട്ടുള്ളവർ കാണും. ഞാൻ പറഞ്ഞല്ലോ മനോജിൻ്റെ ആ ക്യാരക്ടർ അർദ്ധനാരീശ്വരിൽ മനോജിന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടേണ്ടതായിരുന്നു. അത്തരം ക്യാരക്ടർ നമ്മുടെ ലൈഫിൽ അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. അത് അതിമനോഹരമായി മനോജ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ ആരെ പഴിക്കാനും ആരോടും പരിഭവത്തിനോ പരാതിക്കോ കൽപ്പനയില്ല, ഒരിക്കലും ഇല്ല വിട്ടാ. ഞാൻ പറയില്ല, എൻ്റെ ലൈഫിൽ എല്ലാം അപ്രതീക്ഷിതമായിട്ട് നടന്ന കാര്യങ്ങൾ. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഞാൻ പറയില്ലേ, നമുക്ക് ഈശ്വരനറിയാം എപ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ദൈവത്തിന് അറിയാമായിരിക്കും. തനിച്ചല്ല ഞാൻ എന്നുള്ളത് ഒരു പക്ഷേ കൽപ്പനയുടെ ജീവിതത്തിലൊരു ഫിലോസഫി ആയിരിക്കും. തീർച്ചയായിട്ടും തനിച്ചല്ല. ആ സിനിമ ഒരു പക്ഷേ കൽപ്പനയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വേണമെങ്കിൽ സൃഷ്ടിച്ചേക്കാം. ആണ്, തീർച്ചയായിട്ടും. എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണേണ്ടത്? അതെ അല്ലേ? സ്വഭാവത്തിൽ മാറ്റം വന്നോ? സ്വഭാവത്തിൽ മാറ്റമില്ല. ഞാൻ ബേസിക് എൻ്റെ സ്വഭാവം ഇതാണ് വർഷങ്ങളായി. നല്ല സ്വഭാവമാണോ? എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരുപക്ഷെ നല്ല സ്വഭാവമായിരിക്കും. എല്ലാവർക്കും ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമാണ് എല്ലാവർക്കും. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് ഞാൻ തല്ലുകൊള്ളിയാണ്. ഇത് പൊട്ട സ്വഭാവമാണെന്നുള്ള ആരും പറഞ്ഞില്ല. ഇല്ല, പൊട്ട സ്വഭാവം പറഞ്ഞില്ല. കാരണം വീട്ടിൽ തല്ലുകൊള്ളിയാണ്. വീട്ടിലെ തല്ലുകൊള്ളി ഒരുപക്ഷെ നാട്ടിൽ നല്ല വ്യക്തിയാകും എന്നുള്ളത് തെളിഞ്ഞ എൻ്റെ ലൈഫിലൂടെയാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരിയാണ് ഞാൻ എന്നുള്ളതാണ്. കൊച്ചിലെ മുതൽ അച്ഛൻ്റെ എന്നും. പക്ഷെ ജനങ്ങളുടെ ഇറങ്ങി അന്നും ഇന്നും ഏകദേശം അത് തന്നെ കേട്ടോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മോഡവായിരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തായാലും എല്ലാവരും എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇരിക്കുന്ന അത്രയും നേരം ആ ഏരിയ പോസിറ്റീവായിട്ടിരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. നമ്മളെ കൊണ്ട് വേറെ ആൾക്കൊരു സന്തോഷം ഉണ്ടാകണം. തീർച്ചയായിട്ടും. എൻ്റെ മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിലും മറ്റൊരാളുടെ മുമ്പിൽ അത് കാണിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൽപ്പനയ്ക്ക് ഇഷ്ടമല്ല. തനിച്ച് പൊതുവേ ഇരിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തനിച്ച് കുറച്ച് നേരം ഇരിക്കണമെന്ന് നമുക്ക് തോന്നും. കൽപ്പനയുടെ കൂടെ തനിച്ചല്ല ഞാനിൽ ഒരു പക്ഷേ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്ത ഒരു കൊച്ചു കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. നോക്കാം. അമ്മുക്കുട്ടിയാ കൽപ്പന ആൻറ്റി. സെറ്റിൽ വെച്ച് ഞാൻ ഒക്കെ കുറുമ്പ് കാണിക്കുമ്പോൾ നല്ല കുട്ടിയാവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ?
ഞാൻ നല്ല കുട്ടിയായി കേട്ടോ. നല്ല കുട്ടിയായെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല കുട്ടിയല്ലല്ലോ. പിന്നെ അതെ അല്ല നമ്മളെ തല്ലിപ്പൊളി, അതുകൊണ്ട് ഉപദേശങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല. പക്ഷേ കുട്ടിയുടെ സ്വഭാവം മാറിയോ? അയ്യോ എന്റെ കൊച്ചു കുഞ്ഞാണ്. അല്ല ആ കുട്ടിക്ക് വല്ല പൊട്ട സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തത്? ഇല്ല, പൊട്ട സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഇതാ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ. അത്ര ദിവസം കിട്ടിയിട്ടില്ല. അത്രയും ദിവസം ഒരു കൈ കിട്ടിയില്ല. എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ മോള് നല്ല മിടുക്കി കുഞ്ഞാ. അപ്പൊ ഞാൻ കുഞ്ഞിനോട് പറയും, കാരണം ഇന്നത്തെ കാലമാണ്. അപ്പോൾ മക്കള്, കാരണം ഇന്ന് പ്രായപരിധി ഒന്നുമില്ല ലോകത്തിന്. അപ്പൊ കുഞ്ഞ് ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരാളിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് ആരാന്നറിയണം, അച്ഛൻ്റെ അമ്മയുടെയും കൈ വിട്ടിട്ട് ദൂരെ പോയി സംസാരിക്കുക എന്നൊക്കെ ഞാൻ മോളോട് പറഞ്ഞോളൂ. അവരെ കുട്ടിയെ ജാഗ്രതപ്പെടുത്തി. അതെ, ഉപദേശിയായി. തീർച്ചയായിട്ടും. കൽപ്പനയ്ക്ക് ഈ ബഹുമതി കിട്ടിയപ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ കൽപ്പനയോടൊപ്പം അഭിനയിച്ച ഒരുപാട് ആൾക്കാർക്ക് സന്തോഷമുണ്ടാകാം. അവർ പലരും വേണമെങ്കിൽ കൽപ്പനയെ വിളിച്ചിട്ടുണ്ടാകാം. അയ്യോ, ആദ്യം വന്ന മമ്മൂക്കയുടെ മെസ്സേജാണ്. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി, മിസ്റ്റർ സുരേഷ് ഗോപി, അത് കഴിഞ്ഞ് വേണിച്ചേട്ടൻ, വലിയൊരു ഓസ്കാറാണ് വിളിക്കുന്നത് നമ്മൾ, ലളിത ചേച്ചി. അങ്ങനെ ഒരുവിധം എനിക്ക് തോന്നുന്നു മലയാളത്തിന് വിനീത്, ബിന്ദുജ മേനോൻ, കാവ്യ, ഭാവന, അപർണ, എനിക്ക് വേണ്ട എല്ലാ ആർട്ടിസ്റ്റും. ആ അമ്മയുടെ ഡയറക്ടറെ എടുത്ത് വെച്ചിട്ട് വായിക്കേ. അതിലുള്ള എല്ലാവരും തന്നെ, അതിലുള്ളവരെല്ലാവരും, അത് വെച്ചിട്ട് ഞാനിപ്പോൾ ഓർത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. വേണിച്ചേട്ടനൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഞാൻ അതിൽ നിന്നൊന്ന് പഠിച്ചത്, ഇവർക്കൊന്നും അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല. സലിംകുമാർ എന്നെ വിളിച്ചു. സലിമിന് ഞാൻ മെസ്സേജ് ചെയ്തില്ലായിരുന്നു. ഇവിടെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ. സലിംകുമാർ പറയേണ്ടതാണല്ലോ, എനിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ കൽപ്പന എന്നെ വിളിച്ചിരുന്നില്ല, എന്നാലും ഞാൻ വിളിക്കുകയാണ്. പക്ഷെ അവരത് പറഞ്ഞില്ല, അവരുടെ മര്യാദയായിരിക്കും. പക്ഷെ അത് പറഞ്ഞിരുന്നു, അവർ കേൾക്കാത്തതുകൊണ്ട് കൽപ്പന പറഞ്ഞോ പറഞ്ഞിരുന്നത്. ഞാൻ അറിഞ്ഞിരുന്നത്. വെരി ഗുഡ്. ആദ്യത്തെ ഭാഗം മറ്റേ റിസീവർ അടച്ചു വെച്ച് പറഞ്ഞിട്ട് ആത്മഗതാഗതം. അപ്പൊ ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷെ അതിന് ഞാൻ പഠിച്ചു. ഇപ്പോ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടും, ഒരു നല്ല കാര്യവും നമ്മൾ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം. ഇനി വേണിച്ചേട്ടനൊക്കെ വിളിച്ച് ഇനി സങ്കടം വന്നു വിട്ടാജി, വൈകിയെങ്കിലും അത് കിട്ടിയല്ലോ. സുരേഷ് ഗോപിയും പറഞ്ഞതാണ്, നമുക്ക് എഴുതിയത് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അപ്പോൾ അതൊക്കെ അവർ തരുന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് വന്നില്ലേ. അവാർഡിനേക്കാളും വലുത് അവരൊക്കെ എന്നെ ഓർത്ത് അപ്രിഷ്യേറ്റ് ചെയ്തല്ലോ, കൽപ്പനയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി. അതിനുശേഷം പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ കൽപ്പനയ്ക്ക് ഒരു വലിയൊരു വ്യത്യാസം തോന്നിയോ? ഇത് ശാരീരികമായ വ്യത്യാസം തോന്നി. ശാരീരികമായി നമ്മൾ കുറച്ച് സൗന്ദര്യം വർദ്ധിച്ചു അങ്ങ് പറഞ്ഞ പോലെ ഐശ്വര്യ റോയ് ആയി തോന്നി. പക്ഷേ ഈ ലെവലിൽ എനിക്ക് തോന്നിയില്ല. കാരണം നമുക്ക് അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവിൽ വന്നതല്ലേ. കൽപ്പനയുടെ മോള് പറഞ്ഞ് പിന്നീട് അമ്മ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വാനിറ്റി ബാഗ് ഇങ്ങനെ കറക്കിയിട്ടാ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. പൊതുവേ മിട്ടാജി വാനിറ്റി ബാഗ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി ഞാൻ കറങ്ങിയെങ്ങാനും നടന്നു വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കറങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ മോളോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ മിട്ടാജി, ഇത് സ്ക്രോള് പോകുന്നു, ചാനൽ വരുന്നു. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് അവിടുന്ന് വിളിച്ച് പറഞ്ഞു, അമ്മ അവിടുത്തെ ഫോൺ ബ്ലോക്കായി, വേറൊരു ഫോണിൽ നിന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം മോള് പറഞ്ഞത്, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വാങ്ങിച്ച് തരും എന്ന് ചോദിച്ചു. സ്വന്തമായി അവാർഡ് വാങ്ങിച്ചതിന് ഞാൻ എന്ത് വാങ്ങിച്ചു തരുന്നേ? എനിക്കും അമ്മയ്ക്കും മെനു അല്ലേ വാങ്ങിച്ചു തരേണ്ടതെന്നാണ് തിരിച്ച് എൻ്റെ മോൾ എന്നോട് പറഞ്ഞത്. ഓ അത് ശരി. സ്വയം അവാർഡ് വാങ്ങിച്ചതിന് ഞങ്ങൾക്കല്ലേ തരേണ്ടതെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. കൽപ്പനയുടെ മകള് തന്നെ. തീർച്ചയായിട്ടും ഒരു വ്യത്യാസം, സംശയമില്ല. അതെ, വലിയൊരു കലാകുടുംബത്തിൽ ജന്മം. ഒരുപക്ഷെ സമ്പൂർണ്ണ കലാകുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുടുംബത്തിന് പേര് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കാൻ പ്രാപ്തിയുള്ളൊരു കുടുംബമാണ് കൽപ്പനയുടെ. നാടകം, സിനിമ, മറ്റ് രംഗങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും കലയെ ഇങ്ങനെ നിങ്ങൾ ആവാഹിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട്. എത്രയോ പതിറ്റാണ്ടായിട്ട് ഈ കലയെ ഇങ്ങനെ എന്താ പറയുക പരിണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലമായിരിക്കാം കൽപ്പനയെ സിനിമയിലും തിളങ്ങാൻ വേണ്ടി സഹായിച്ചത്. തീർച്ചയായിട്ടും അല്ലേ? അത് അച്ഛൻ നടനും സംവിധായകനുമായിരുന്നു. അമ്മ ആർട്ടിസ്റ്റ് ഡാൻസറാണ് അമ്മ. പിന്നെ അമ്മ റേഡിയോ സ്റ്റേഷനിൽ അനൗൺസറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ് ആവുന്നു, എഞ്ചിനീയേഴ്സിൻ്റെ മക്കൾ അതാവുന്നു എന്ന് പറഞ്ഞ പോലെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് അച്ഛൻ പറഞ്ഞത് മക്കളിൽ ഞാനൊരാൾ വരണം എന്നേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ. അച്ഛൻ്റെ നാടക ട്രൂപ്പ് എന്നെ ഏൽപ്പിക്കണം എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ മക്കളെല്ലാം ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അച്ഛൻ്റെ നാടക ട്രൂപ്പ് ഞാൻ നടത്തണം, അച്ഛൻ്റെ ആഗ്രഹം അതായിരുന്നു. ബാക്കി പൊടിമോളൊന്നും ആരുടെയും വെട്ടത്ത് പോലും വരുന്ന കുട്ടിയായിരുന്നില്ല. കല തൊട്ട് തീണ്ടിയിട്ടുണ്ട് ആ കുട്ടിക്കെന്ന് ചെറുപ്പത്തിൽ അറിയില്ല. ഉർവശി മൂത്തവള് സുന്ദരിയാണ്. പക്ഷെ അവൾക്കും ഒരുപക്ഷെ അധികം കലാരഞ്ജിനി. അവള് വന്നിട്ട് ഭയങ്കര ഒരു സോഫ്റ്റും, അതിന് ശബ്ദത്തിന് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. അവളും വരുമെന്ന് കരുതിയിരുന്നില്ല. അപ്പൊ എന്നിലായിരുന്നു അച്ഛന്റെ പ്രതീക്ഷ. കുടുംബത്തിലെ ഗാന്ധാരി കൽപ്പനയായിരുന്നു. ഞാനാണ് ആദ്യം ഫീൽഡിൽ വന്നതും. ഞാനായിരുന്നു ഗാന്ധാരി, ബാക്കിയൊക്കെ കുന്തികളുമായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച മറ്റേ കാന്താരിയെ. എനിക്ക് മനസ്സിലായി. കൊളസ്ട്രോളിന് ബെസ്റ്റാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിലെ കൽപ്പന സിനിമയിലേക്ക് വന്നു. പക്ഷെ അതെല്ലാം സന്തോഷപൂർവ്വമായിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നില്ല. ഒരുപക്ഷെ ഉർവശി ഉള്ളതുകൊണ്ട് കൽപ്പനയെ തള്ളിക്കളഞ്ഞ മുഹൂർത്തങ്ങളുണ്ട് സിനിമയിൽ. എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണോ? അങ്ങ് ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ പറഞ്ഞു ഇത്
സുഹൃത്തായ കുട്ടി എങ്ങനെ കറക്റ്റ് കതിർ മണ്ഡപം എന്നുള്ള സിനിമയില് എന്ത് കറക്റ്റാ പറഞ്ഞു. അത് എന്താന്ന് വെച്ചാൽ ആ സിനിമയിൽ ഭാരതി ചേച്ചിയുടെ കൊച്ചുപ്രായം ഉർവശി, അപ്പോൾ അതിൽ വന്നിട്ട് കനകദുർഗ ചേച്ചിയുടെ ചെറുപ്രായം എന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഉമ്മർ സാറിനെ പോലെ അദ്ദേഹം വിഭാര്യനാണ്, അദ്ദേഹത്തിൻ്റെ മകളാണ്, ഞാനൊരു പാവപ്പെട്ട, ഇവർ രണ്ടും ഫ്രണ്ട്സാണ്. പക്ഷേ ഫ്രണ്ട്സായിട്ട് ക്യാമറയിൽ പോയി നോക്കി ഡയറക്ടർ പിള്ള സാർ പോയി സൈറ്റ് അടിച്ചിങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഉമ്മർ സാറിനെ സംശയിക്കും പൊതുവെ കാണുന്ന പ്രേക്ഷകർ, ഇല്ലേ, ഇങ്ങേർക്ക് ഇല്ലീഗലായിട്ട് വേറൊരു മോളാണോ ഉമ്മറിനെ കുറിച്ച് വലിയ സംശയമായിരുന്നു അന്ന് അതെ ചെയ്യുന്ന റോളിൽ. അതിന്റെ കൂടെ ഇതും കൂടി ആയി കഴിഞ്ഞാൽ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയായിരുന്നു. അവൾ അഭിനയിച്ചു. പക്ഷെ അന്ന് എൻ്റെ പൊടിമോള് പറഞ്ഞത് അവൾ അഭിനയിക്കട്ടെ, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ, മിനി ചേച്ചി അഭിനയിക്കട്ടെ എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ അവളായിരുന്നു ആപ്റ്റ് ആ ക്യാരക്ടറിന്. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് മാറിക്കൊടുത്തത്. പക്ഷെ അതിന് മുൻപേ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു ശിവസാറിൻ്റെ സിനിമ യാഗത്തിൽ. അങ്ങനെ 1-2 സിനിമ കഴിഞ്ഞിട്ടാണ് അവൾ പിന്നെ അഭിനയിക്കുന്നത്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ ഉണ്ടായി, മഞ്ഞ്, എം ഡി സാർ. അതൊക്കെ എനിക്ക് തോന്നുന്നു കൽപ്പന എന്നുള്ള നടിയെ യഥാർത്ഥത്തിൽ കടഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയായിരുന്നു അത്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും കൽപ്പന ആദ്യ സമയത്ത് ടേക്ക് ഓഫ് ചെയ്തത് ഒരു പക്ഷേ മലയാളത്തിലല്ല, മറ്റ് ഭാഷകളിലാണ്. ഈ ഡയലോഗ് ഓർമ്മയുണ്ട്? അപ്പോൾ ഇതൊന്നും ഓർമ്മയില്ല. ഇല്ല. പക്ഷെ എന്താ അസലായിട്ട് സ്വന്തം ഭാഷ ശബ്ദം തന്നെയല്ലേ ഇത്? ഇതിന്റെ കന്നഡ അഭിനയിച്ചതിന്റെ ഡയലോഗ് 1-2 ഓർമ്മയുണ്ട്. ആണോ? എന്തായിരുന്നു ഡയലോഗ്? ഇദ്ദേഹത്തിനോട് ഞാൻ പറയും, എന്നെ വിട്ടിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ ഞാൻ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് ഇദ്ദേഹത്തിന് പോകാൻ പറഞ്ഞു. അപ്പോൾ അത് കരഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു, ഭർത്താവിന് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇദ്ദേഹം എന്നോട് ഒന്ന് കൊഞ്ചാൻ വരിക, കാരണം വേറെ പെണ്ണിനെ ഞാൻ കൊടുത്തല്ലോ. അപ്പോൾ വരുമ്പോൾ ഞാൻ പറയും, ನಿನಗೆ ಹತ್ರ ಸ್ವಲ್ಪ ಮಾತಾಡಬೇಕಾಗಿತ್ತು, ಇಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ ಮಾತಾಡೋಣ എന്ന് ചോദിക്കും. എല്ലാം ചൂട് ഉരുളക്കിഴങ്ങ് അണ്ണാക്കിൽ ഒട്ടിയതുപോലെയാണ് കന്നഡമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ വേവിൽ നമ്മൾ എന്തും പറയുമല്ലോ ഒരു ഭാഷ, അത് നമുക്ക് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് പറയാം. ആ വേവിൽ പറയും പോലെ ನಿನಗೆ ಹತ್ರ ಸ್ವಲ್ಪ ಮಾತಾಡಬೇಕಾಗಿತ್ತು, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, ಇಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿ ಮಾತಾಡೋಣ, ഞാൻ ഇരുന്ന് സംസാരിക്കട്ടെ. ಹಸಿವಾಗಿರೆ ನಾಯಿಗೆ ಇಷ್ಟ ಇಲ್ಲಿದ್ದು ರೊಟ್ಟಿ ತುಂಡು ಹಾಗೆ ಆಗಿ ದೊಡ್ಡ ಟ್ಯಾಗ್ ಮಾಡಿದೆ ಹೇಳ್ದಿದ್ದೀರಾ? എന്നെ തെറി പറഞ്ഞോ? അല്ല, അത് ഈ ജന്മം അങ്ങ് വിചാരിക്കേ വേണം, അങ്ങനെ പറയില്ലേ. ಹಸಿವಾಗಿರೆ ನಾಯಿಗೆ ಅವನು ನಿನ್ನ ಮಕ್ಕಳನ್ನ ಹೊಟ್ಟೆಯಲ್ಲಿ ಇಟ್ಕೊಂಡಿನಿ ಅಂದರೆ ನನಗೆ ಎಂತರ ಮಾಡ್ಕೊಂಡು ತಿಳ್ಕೊಂಡಿದ್ದೀರಾ? അതായത് വിശക്കുന്ന പട്ടിക്ക് ഒരു ഇറച്ചിത്തുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ധർമ്മം ചെയ്തു എന്ന് പറയുന്നതാണോ ന്യായം? വിശക്കുന്ന പട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഹസിവാഗിരെ നായികെ ഇഷ്ടമില്ലിದ್ರು റൊട്ടിത്തുണ്ട് ಹಾಗೆ ആಗಿ, ഇഷ്ടമില്ലാതെ ഒരു തുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് ഞാനൊരു ത്യാഗം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ മക്കളെ എൻ്റെ വയറ്റിൽ നിങ്ങളുടെ കുട്ടിയെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഉള്ള ത്യാഗമല്ലേ നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. തമിഴിൻ്റെ എനിക്ക് ഓർമ്മയില്ല, എന്നാൽ അദ്ദേഹം ഇരുത്തി കാണാതെ പഠിപ്പിച്ചതാണ് എല്ലാ ഡയലോഗും എന്നെ. ഞാൻ ഡയലോഗ് കാണാം. മലയാളത്തിൽ ഇപ്പോഴും എനിക്ക് ഒരു വാക്കിന് പോലും പ്രോമിറ്റ് വേണം. ചേട്ടൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കണേ അസോസിയേറ്റ് പറയണം. ചേട്ടൻ എപ്പോൾ വന്നു, 2 ചേട്ടൻ വന്നു കേൾക്കാൻ ഒന്നും പഠിക്കില്ല. മലയാളത്തിൽ എനിക്ക് പ്രോമിറ്റ്. പഠിത്തത്തിൽ അല്ലെങ്കിൽ പിന്നെ വളരെ മോശമാണല്ലോ. ഏത് പഠിത്തത്തിൽ പണ്ടേ മോശം, കണക്കും മോശം, മലയാളവും മോശം, എല്ലാം കണക്കാ. പഠിത്തത്തിൽ ഞാൻ വലിയ എല്ലാം കണക്കാ, എല്ലാ കാര്യത്തിലും ഞാൻ കണക്കാ. പക്ഷേ ഇത് മലയാളത്തിൽ വേണം. പക്ഷെ മറ്റു ഭാഷയിൽ പോകുമ്പോൾ വിട്ടാൽ എന്താ അറിയോ, അതാണ് നമ്മുടെ പ്രസ്റ്റീജ് എന്ന് പറയണേ. കാരണം എൻ്റെ അടുത്ത് ആർട്ടിസ്റ്റ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒരു ഡയലോഗിന് പോലും മമ്മൂട്ടി സാർക്ക് വരെ പ്രോമിറ്റ് വേണം, എന്നിട്ട് നാഷണൽ അവാർഡ് വരുമ്പോൾ എങ്ങനെ നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു. പറയുന്നതിലല്ല, ഇവിടെ വല്ലതുമൊക്കെ വരണം, അത് മലയാളിക്ക് വരും. അതിനുശേഷം ഇന്ന് വരെ അവരെന്നോട് നിന്നിട്ടില്ല, ഇന്ന് വരെ അവരെന്നോട് പിന്നെ ഫ്രണ്ട്സ് ഇല്ല. ഈ വാചകം പറഞ്ഞ വളരെ മര്യാദയ്ക്കാണ് ഞാൻ മലയാളിക്ക് ഇത് വരും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവരോട് പറഞ്ഞത്? ഇങ്ങനെ തന്നെ പറഞ്ഞു. കുറച്ച് ഗോഷ്ഠി കൂടി കാണിച്ചിട്ടുണ്ട്. ഇല്ല, ഗോഷ്ഠി കാണിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു കോമഡി ആവരുതല്ലോ വിട്ടാ, നമ്മുടെ ഒരു ക്ലാസ് ലെവലിൽ അവർ ചിന്തിക്കണം. അപ്പം എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിട്ടാച്ചി എനിക്ക് വന്നാൽ എനിക്ക് എക്സ്ട്രീമാണ്. കാരണം വെച്ചാൽ വേറെ കയ്യാങ്കളിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പൊട്ടിത്തെറിയല്ല, അത് കൊള്ളേനടുത്ത് കൊള്ളണം. ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, എന്നെ കേൾക്കാൻ ഞാൻ മാന്തും. കുറുക്കി കൊള്ളുന്ന പോയി. കാരണം എനിക്ക് വരുന്നൊരു ഫീല് മറ്റൊരാൾക്ക് വന്നാലേ അത് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കൊച്ചിനെ ഒരു അടി അടിച്ചാൽ ആ അടി അവൻ എന്നെ തിരിച്ചടിച്ചാലേ എനിക്കത് മനസ്സിലാവൂ, അപ്പം ഇത്രയും വേദനിച്ചു ആ കുട്ടിക്കെന്നുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇപ്പം 1000 പേരെ ഞാൻ പരിചയപ്പെട്ടെങ്കിൽ ഒരു 3 പേരെ ഞാനുമായിട്ട് തെറ്റിയിട്ടുള്ളൂ. 3 പേര് 1000-3. പക്ഷെ പിന്നെ ഈ 2 പേര് ചിലവർ വന്ന് കൂടിയിട്ടുമുണ്ട്. പറഞ്ഞ ന്യായമാണ്. ഇവരെ പറഞ്ഞ എങ്ങനെ ഇങ്ങനെ പറയാം. കൽപ്പന ഉരുളക്കുപ്പേരി സ്കൂളിലാണ് പഠിച്ചത്. തെറിക്കുത്തരം മുറിപ്പത്തൽ, തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ളതാണ് എനിക്ക്. എന്നാൽ അടിച്ചു നിൽക്കാനുള്ള കായിക ബലമൊന്നും എനിക്കുള്ള ആളല്ല. പക്ഷെ നാക്കുണ്ടെങ്കിൽ എന്നെ ചേണ്ടിയാ ഞാൻ മാന്തും. അവരെ ഭിത്തിയെ തേക്കും, എന്തോ ഭിത്തിയെ തേക്കും. അത് കുഞ്ഞിലേ ഉണ്ട്. എൻ്റെ സഹോദരങ്ങൾ വരെ എന്നോട് പറയും, പൊടിമോളൊക്കെ വഴക്കോട് പറയും, നീ 2 അടി അടിച്ചോ, നീ ഇങ്ങനെ വർത്താനം പറയാതെ എന്ന് പറയും എനിക്ക്. കാരണം എനിക്ക് അത്ര വിഷമമാണ്. കാരണം നമ്മൾ പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കിയില്ല, കുറേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ
തിരിച്ചവർക്ക് ഫീൽ ചെയ്യണം. അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ബിട്ടാജി. എന്നെ ഒരാൾ വേദന മുറിച്ചു കളഞ്ഞ എന്തായിരിക്കും കൽപ്പനയുടെ സ്ഥിതി? ഇല്ല, അങ്ങനെ മുറിക്കാൻ പറ്റിയ ഒരു ധൈര്യം അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ പേരുടെ നാവെന്നേ പോകേണ്ടതാണ്. അയ്യോ എന്റെ ദൈവം, ഇവിടെ ആർക്കും നാക്കേ പാടില്ല കേരളത്തിലാർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ബിട്ടാജി, ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. സ്നേഹമാണോ, നിങ്ങൾ എന്നെ ഒരു അല്പം റെസ്പെക്റ്റും സ്നേഹവും തന്നാൽ മതി, ഇരട്ടി തരാൻ ഞാൻ തയ്യാറാണ്. എന്നോട് ഏറ്റുമുട്ടിയാൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുക, അല്പം ഇരട്ടി സ്നേഹം കൊടുക്കുക. കൊടുത്താൽ ഒരു ബക്കറ്റ് നിറച്ച് തിരിച്ചു കൊടുക്കും, തരും. അതെ, എന്നാ പറഞ്ഞിരിക്കുന്നത് ആർക്കറിയാം? അല്ല, അത് ബിട്ടാജി അറിയണ്ട, എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഓക്കെ. അരവിന്ദിൻ്റെ പോക്കുവീൽ. അങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ കൽപ്പന, പണ്ട് വീപ്പക്കുറ്റി എന്നും പറഞ്ഞ ആൾക്കാർ കളിയാക്കി, ഇപ്പോൾ ഈ ഐശ്വര്യ റായിയുടെ ലൈനിലിരിക്കുന്ന കൽപ്പന ഇങ്ങനെ ചുവടുറപ്പിച്ച് വരികയാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും കൽപ്പനയുടെ ജീവിത യാത്രയിൽ ഒരു വഴിത്തിരിവായത് ഒരു സിനിമയാണ്. സത്യം. ഈ പടത്തില് ചിന്ന വീട് പടം നായികയായി ഞാൻ അഭിനയിച്ചു. രണ്ടാമത്തെ പടം തിരുമതി ഒരു ബഹുമതി വിഷു സാറിന്റെ, അതും ഞാൻ ടൈറ്റിൽ ക്യാരക്ടറാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കമലിക്ക എന്നെ ഈ പടത്തിലെ റോളിന് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ സത്യത്തിൽ ബിട്ടാജി എനിക്ക് വലിയ വിഷമമായിരുന്നു. വിശേഷങ്ങൾ. അപ്പൊ അതില് കമലിക്ക എന്നോട് പറഞ്ഞത് മോഹിനി എന്നൊരു ക്യാരക്ടർ, ഒരു തീറ്റി പണ്ടാരം, പിന്നെ കാണുന്ന ചേട്ടന്മാരോടെല്ലാം പഞ്ചാര, അങ്ങനെ ഒരു ക്യാരക്ടർ. എനിക്ക് വലിയ വിഷമമായി പോയി, കാരണം ഞാൻ നായികയായിട്ട് അഭിനയിച്ചിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ ഇതിൽ നായിക പാർവതിയാ. അപ്പൊ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, കഥാപാത്രം ഏത് റോളാണോ നിനക്ക് കഴിവുണ്ടോ, അപ്പോൾ നീ പറഞ്ഞതിനർത്ഥം നിനക്ക് കഴിവില്ല എന്നാണ്. ഞാൻ ഭാഗ്യരാജിൻ്റെ കൂടെ അഭിനയിച്ചു, അല്ലെ ഇവരോട് അഭിനയിച്ചു, അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റൊരു ഭാഷയിൽ നായികയായേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ തെറ്റാണ്. റോൾ എന്താണെന്ന് മനസ്സിലാക്കി നീ ചെയ്യും, ഏറ്റവും പേര് നിനക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ല, പക്ഷേ കൽപ്പനയെടുത്ത് വലിയൊരു റിസ്ക്. എന്താ കാരണം എന്ന് വെച്ചാൽ തമിഴിലൊക്കെ ഒന്നാം നിര നായിക അല്ലെങ്കിൽ നായിക പരിവേഷത്തിൽ നിൽക്കുന്നൊരു ഭാഗ്യരാജിൻ്റെ നായിക, ഭാഗ്യരാജ് പോലെ ഒരു നടൻ്റെ നായികയായി നിന്ന ശേഷം ഇവിടെ ഒരു സെക്കൻഡ് ലെവലിൽ, അതും ഇതുപോലുള്ള ഈ പറഞ്ഞ നേരത്തെ എന്താ പറഞ്ഞ പഞ്ചാരടി പരിപാടി, ആ പരിപാടി മാത്രം ചെയ്യുന്ന ഒരു ഹ്യൂമർ റോളിലേക്ക് വരാനുള്ള റീസൺ അത് ഞാൻ അമ്മയുടെ ഉപദേശം മാത്രമാണ്. തീർച്ചയായിട്ടും അമ്മയുടെ ഉപദേശമാണ്. പിന്നെ തലയണ മന്ത്രം പടത്തിൽ ഉർവശി വില്ലി ക്യാരക്ടർ അല്ലേ ചെയ്ത്, ഒരു സ്ലൈറ്റ് ആയിട്ടൊരു തലയണ മന്ത്രം, അതും അതെ പൊന്മുട്ടയിടുന്ന തട്ടാനും സ്ലൈറ്റ് അങ്ങനെയാണ്. എൻ്റെ അമ്മയാണ് പറയുന്നത്, നിങ്ങൾക്കിവിടെ ഇത്തരം റോളുകളെ ചെയ്യാവൂ എന്നൊരു ധാരണ നിങ്ങൾക്ക് എങ്ങനെ വരുന്നു? ഒരു കലാകാരനോ കലാകാരിയോ അത് നോക്കാൻ പാടില്ല. ഒരു സീനാവട്ടെ നീ പോയി ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ മക്കളുടെ എല്ലാം ബുദ്ധി അമ്മയുടെ അടുത്തല്ലേ? തീർച്ചയായിട്ടും. എല്ലാ ബുദ്ധിയും അല്ല, കുറച്ച് പിറപ്പ് ബുദ്ധി ഞങ്ങളുടെ കയ്യിലും ഉണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും റോങ് ആയിട്ട് പോകുന്നത്. എല്ലാ അമ്മയുടെ അല്ല, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ അമ്മയാണ്. അങ്ങനെ വന്നതാണ് ബിട്ടാജി. പക്ഷെ അതുകൊണ്ട് എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 110 സിനിമകളോളം ഞാൻ കോമഡി കഥാപാത്രങ്ങളായി ടൈപ്പ് ചെയ്യപ്പെട്ടു. അതുപോലത്തെ റോള്, പഞ്ചാര റോളുകൾ. അപ്പോൾ അതിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വൃത്തികേട് ഒരിക്കലും വരാൻ പാടില്ല എൻ്റെ ഒരു എക്സ്പ്രഷനിൽ. ഒരാളിവിടെ കാത്തുനിൽപ്പുണ്ട്, നോക്കാം ആരാണെന്ന്. മിനിമോളെ, നീ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും 4 ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മറ്റ് 3 ഭാഷകളിലെ ഹീറോയിനായിട്ടാണ് ചെയ്തത്. എന്തുകൊണ്ട് മലയാളത്തിൽ അങ്ങനത്തെ റോൾ ചെയ്യുന്നില്ല? ഇതിപ്പോൾ നിന്നോട് വീട്ടിലിരുന്ന് എനിക്ക് ചോദിക്കാം, പക്ഷേ മറ്റുള്ളവരറിയട്ടെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പ്രോഗ്രാം മുഖാന്തരം ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. അവളിത് ചോദിക്കണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങിയിട്ട് വന്നതാ. എൻ്റെ കൂടെ അവർക്ക് എന്തും ചോദിക്കാം വീട്ടിൽ. പക്ഷെ അവളത് ചോദിക്കുമ്പോൾ ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി. ബിട്ടാജിക്ക് ചോദിക്കാൻ എന്നോട് ഓടപ്പറപ്പുകൾ പണി തരാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. അല്ല, പണിയല്ല, അവളെന്നോട് ചോദിക്കാം. അവൾക്കെല്ലാം അറിയാം, എൻ്റെ കാര്യം എന്നെക്കാളും നന്നായി അറിയാവുന്ന അവള്. പക്ഷേ അതിനുള്ള റീസണാണ് ഇപ്പോൾ ബിട്ടാജി പറഞ്ഞത്. അങ്ങനെ റോള് ചെയ്തു, അമ്മയുടെ നിർബന്ധം തന്നെ ആയിരുന്നു. കാരണം അമ്മ പറഞ്ഞൊരു വാക്ക് ബിട്ടാജി, സീറോയിൽ നിന്നൊന്നും സൃഷ്ടിക്കാനൊക്കില്ല, ശൂന്യതയിൽ നിന്നൊന്നും നമുക്ക് സൃഷ്ടിക്കാനൊക്കില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ നിന്ന് കയറി പിടിച്ച് വേണം. ഞാനൊരു വട്ടെ പെരുവണ്ണാർത്ത് വിശേഷങ്ങളിൽ ഞാൻ അഭിനയിച്ചില്ല എങ്കിൽ ഇന്ന് 20 വർഷത്തിന് ശേഷം നാഷണൽ അവാർഡ് വരെ കൽപ്പന എത്തില്ലായിരുന്നു. 100ഓളം മലയാള സിനിമയിൽ ഡിഫറൻറ്റ് റോൾ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് പറഞ്ഞത്. പിന്നെ ഒരുപക്ഷെ നല്ല നായിക വേഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു. അല്ല ബിട്ടാജി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്നെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? ഒരു വലിയ ടിഫിൻ കാരിയർ അടുക്കി വെച്ച പോലല്ലേ തോന്നിയത്, ഒരേ വണ്ണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു രൂപം ഒരു നായികയുടെ ഒരു ഇമേജ് കൽപ്പന. ഇത് എന്നെ കാരണം വെച്ചാല് കൽപ്പന, കലാരഞ്ജനി സഹോദരി, പൊടിമോള്, മറ്റേ ഉർവശി, രണ്ടുപേരും നല്ല സുന്ദരികള്. ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ എന്താ അടുക്കി വെച്ചെന്ന് പറഞ്ഞ ടിഫിൻ കാരിയർ അടുക്കി വെച്ചതുപോലെ. അപ്പൊ ഈ ടിഫിൻ കാരിയർ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ 3 പേരെയും അഭ്രപാളികൾ കാണുകയാണല്ലോ. കൽപ്പനയ്ക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു, ഞാൻ കൊച്ചിയിലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിബലാവുന്ന ഈ 2 പെമ്പിളരുടെയും സൗന്ദര്യവും, ഈ 2 പെമ്പിള 2 ആമ്പിളരുടെയും ഇവരാണ് നമ്മളെ
ആണ് എന്നെ ഈ രീതിയിൽ നക്സലൈറ്റ് ആക്കിയത് അവരാണ്. അതിന്റെ മെയിൻ റീസൺ അച്ഛൻ അതിസുന്ദരൻ എന്ന് വെച്ചാൽ സ്വർണത്തിന്റെ കളറും 6 അടി 2.5 ഇഞ്ച് പൊക്കോ അച്ഛൻ, അമ്മ 5 അടി 7 ഇഞ്ച് അതിസുന്ദരി. വിമൻസ് കോളേജിലെ സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ പഠിക്കുമ്പോൾ. അവൾക്ക് ഭംഗിയുണ്ട്, ഉർവശിക്കും അതെ സുന്ദരി, അനിയന്മാരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും ചുരുണ്ട മുടി, നല്ല മുടി, നല്ല മൂക്ക്, കുഞ്ഞി വായി. ഇതിന് പാക്കിൻ്റെ അത്രയുള്ളൊരു മുഖമേ ഉള്ളൂ, ഇത്ര പോലും ഇല്ല അതിന് മുഖം. അപ്പോൾ ഉർവശി വന്നിട്ട് ഓറഞ്ചിൻ്റെ കളറും നല്ല ചുരുണ്ട മുടിയും ഒക്കെ. എനിക്ക് മാത്രം ഷോക്കടിച്ച പൂച്ചയെ പോലൊരു തലമുടിയാണ്. തലമുടിയെന്ന് മാത്രമല്ല, ഞാനത് ഇന്നിപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ പ്രസംഗിച്ചിട്ട് വന്നൊരു കാര്യമാണ്. മാർച്ച് 31 ഏപ്രിൽ 2 ആകുമ്പോൾ ഞങ്ങളുടെ തലമുടി മൊത്തം മുട്ടയടിക്കും, പേൻ പെരുത്തിട്ടേ. ഇന്ന് കുട്ടികളുടെ ഒന്നും സ്കൂളിൽ പേനില്ല, അന്ന് ഞങ്ങൾക്ക് പേൻ പെരുവുമല്ലോ. അപ്പോൾ എല്ലാം ഏപ്രിൽ 2 ആകുമ്പോൾ മുടി വെട്ടാൻ ഗോവിന്ദമാമൻ എന്ന് പറഞ്ഞൊരാൾ വരും. ഇത് വന്ന് 5 പേര്, അപ്പോൾ ആൺകുട്ടികളും പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾക്ക് മുടി വെട്ടണം. ഈ 5 പേരെയും ഷേവ് ചെയ്ത് ഈ പൊങ്കാലക്കലങ്ങൾ പോലെ അടുക്കി വെച്ചേക്കും, ഇങ്ങനെ മിനിങ്ങും തലയൊക്കെ ഇരുന്നിങ്ങനെ. അപ്പം ഈ മൊട്ട തലയും കൊണ്ടിരിക്കുക. അപ്പം സ്കൂൾ തുറന്ന് 2-ാം മാസം ആകുമ്പോഴത്തേക്ക് ഇച്ചിരിച്ചിരിയല്ലേ മുടി വരും. കലമൂക്കും പൊടി മൂക്കും ഈ 2 പെൺപിള്ളേർക്കും മയത്തിൽ ഇങ്ങനെ ചുരുണ്ട് വരുമ്പം എനിക്ക് മാത്രം ആകാശത്തോട്ട് നോക്കി നമ്മൾ ഈ ബാത്റൂമൊക്കെ എഴുതുന്ന ബ്രഷ് പോലെയാണ് തലമുടി. ഷോക്കടിച്ചിരിക്കുന്ന പൂച്ച നിൽക്കും പോലെയാണ് ഞാൻ നിൽക്കുന്നത്, കാന്തം വിഴുങ്ങിയതുപോലെ. ഒരു മയവും ഇല്ല. സ്കൂളിൽ എത്തുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ എണ്ണ തേച്ചാലും ഇതൊന്നും മടങ്ങൂലല്ലോ, വയലിൽ നട്ട് വെച്ച പോലെ നട്ടി വെച്ചിരിക്കുക. നമ്മുടെ സ്വഭാവം അത് തന്നെ, എൻ്റെ സ്വഭാവം പോലെ. എൻ്റെ സ്വഭാവം ഇതിന് ശേഷം ഇങ്ങനെ ആയത്. അപ്പോൾ ഈ 2 പെൺപിള്ളേരും നല്ല ഫീച്ചേഴ്സ്. ഇപ്പോൾ അവളെന്ത് സുന്ദരിയാണ്, ഉർവശി നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എന്നെ മാത്രം അന്ന് ഈ പുഴുത്ത റേഷനരിയുടെ കളറായിരുന്നു എന്നെ കണ്ടാൽ. ഇന്നാണ് കുറച്ചുകൂടെ മാറി മേക്കപ്പ് ഒക്കെ ഇട്ടിങ്ങനെ മഞ്ഞ കളറ്. അതിൻ്റെ കൂടെ അസ്ഥി പോലൊരു ശരീരം, കൊരുത്ത് യുദ്ധത്തിന് നിൽക്കുന്ന പോലെ എല്ല് നെഞ്ചിലൊക്കെ. അന്ന് അതായത് 8 വയസ്സിലെ കാര്യം ഞാൻ പറയാം. ഇങ്ങനെ കൊരുത്ത് നിൽക്കുന്ന ഇതുമായിട്ട്. അപ്പോൾ ഈ 2 യൂണിഫോം ഒക്കെ ഞങ്ങൾക്ക് വീട്ടിൽ തച്ച് തരുള്ളൂ വർഷത്തിൽ അച്ഛൻ. അപ്പോൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഈ 2 പെൺപിള്ളേരിങ്ങനെ ഇപ്പോൾ വീട്ടിൽ അച്ഛൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് നിന്നിട്ട്, എവിടെ വി പി ചേട്ടൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഇവള് ഇറങ്ങി വരും, ഒരു പെറ്റിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കലാരഞ്ജി വരുമ്പോൾ, അയ്യോ എന്ത് നല്ല മുഖം കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞ് ഉർവശി ഇതിങ്ങനെ ആൾക്കാരുടെ വെട്ടത്ത് വരത്തില്ല, മുഖം ഇങ്ങനെയാണ് അവളുടെ എപ്പോഴും. ഇങ്ങനെ അച്ഛൻ വിളിക്കുന്നതുകൊണ്ട് പേടിച്ച് വരുമ്പോൾ ഉണ്ട് ഇത് വെളുത്ത് തുടുത്ത് നല്ല ചുരുണ്ട മുടിയൊക്കെ ഒരു കൊച്ച്. 2 പെൺമക്കളോ അല്ലെങ്കിൽ ഇനിയൊന്നുണ്ട് മിനോ എന്ന് വിളിക്കും അച്ഛൻ. ഞാൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവരുടെ മുഖം, ഇത് എത്രാമത്തെ, 2ാമത്തെ അറേഞ്ച്. എവിടുന്നേന്ന് അച്ഛൻ്റെ മുമ്പ് വെച്ച് ചോദിക്കാതെ ഇത് 2ാമത്തതോ. അല്ല, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എവിടുന്ന് അധികം വന്ന് ഇതിനെ കളഞ്ഞെന്ന്. കാരണം എൻ്റെ കയ്യിരിപ്പുണ്ട്, പല വീട്ടിലും പോയി ബെല്ലടിച്ചിട്ട് പോവുക, അവരുടെ വീട്ടിൽ പോയി ഇത് പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 2 പെൺപിള്ളേർ പിന്നെ അനിയന്മാർ സുന്ദരന്മാരാ. അവരോട് മറ്റുള്ളവർ കാണിച്ചിട്ടുള്ള സൗന്ദര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ബഹുമാനം അല്ലെങ്കിൽ സ്നേഹത്തോടുള്ള പ്രതിക്രിയ എന്നെ ശ്രദ്ധിക്കണം. അപ്പൊ അവരുടെ മുമ്പിൽ റൗഡിസം കാണിക്കുക, ചവിട്ടുക, അടിക്കുക, തുപ്പുക. എന്റെ 2 കൈയും കാലും ഒരിക്കലും ഫ്രീ ആയിരുന്നിട്ടില്ല. ഈ 4 പേരെ ഞാൻ എതിരിടണ്ടേ? ഒരു കാലം ഒരു കൈ, ആമ്പിള്ളേരുടെ പുറത്ത് 2 കാല്, ഇവരുടെ കൈയും, പിന്നെ വാ കൊണ്ടുള്ള തുപ്പും. ഇവര് 4 പേരും എന്നോട് നേരിട്ടാണ് ഞാൻ നക്സലൈറ്റ് ആയതെന്ന് പറയാം. ചട്ടമ്പിയായിരുന്നു ഞാൻ ചെയ്യാത്ത ഒരു 14 വയസ്സ് ഒരു പെൺകുട്ടി എന്നുള്ളതല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത പ്രവൃത്തികളില്ല എന്ന് പറയാം. കാരണം എൻ്റെ കുഞ്ഞിലെയാണ് അത്. വിട്ടാസി ആലോചിക്കണം, എൻ്റെ കുട്ടിക്കാലത്തെ 14 വയസ്സല്ല ഇന്ന്. 14 വയസ്സ് ഒരു കുട്ടിക്ക് 40 വയസ്സിൻ്റെ ബുദ്ധിയുണ്ട്, മെച്യൂരിറ്റി ഉണ്ട്. അന്ന് അത്രയും പക്വതയില്ല. പക്ഷേ ഇവരുടെ മുമ്പിൽ എനിക്ക് തോന്നി എനിക്ക് സൗന്ദര്യമില്ല. അപ്പോൾ വരുമ്പോഴൊക്കെ അയ്യോ എന്ത് നല്ല കുഞ്ഞുങ്ങളെന്ന് അവരെ തൊടുമ്പോൾ എന്നെ തുടങ്ങിയത് ചിന്ന വീട് പടം. അതും എൻ്റെ കർമ്മമാണ്. അതാണ് വിട്ടാസി പറഞ്ഞത്. അങ്ങ് ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, മുതിർന്നു കഴിഞ്ഞ് 52 കിലോയേ ഉള്ളൂ. പൂർണിമ ചേച്ചിയും ഭാഗ്യരാജ് സാറും എന്നെ വന്ന് ഈ ഫിലിമിന് കാണുമ്പോൾ. അപ്പോൾ ഉർവശി മുന്താനയും പിടിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുന്താനയും പിടിച്ചൊരു സൂപ്പർ സ്റ്റാറായി അവൾ നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്നൊരു കുട്ടി മതി എന്ന് ഇദ്ദേഹം പറഞ്ഞു ചിന്ന വീട് എടുക്കുമ്പോൾ. അപ്പോൾ ബേസിക് വണ്ണം വെച്ചിട്ട് ഫുൾ ബ്ലാക്ക് മേക്കപ്പാണ് എനിക്കതിൽ അടിച്ചിരിക്കുന്നത്. ഭർത്താവിന് ഒരു പുരുഷനൊരു സങ്കല്പം ഉണ്ടല്ലോ, ഒരു പെണ്ണിങ്ങനെ ഇരിക്കണം. അതിലും ഇദ്ദേഹം പറയുന്നത് ശ്രീദേവിയുടെ മുഖവും സീനത്തമ്മൻ്റെ ബോഡിയും, അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ. പല പേരുടെ മുഖവും ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതേമാതിരി ഒരു പൊണ്ണ് കിടച്ചാൽ നല്ലാർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അങ്ങേർക്ക് വരുന്നത് ഈ രൂപത്തിലൊരു പെണ്ണാണ്. അപ്പോൾ 56 കിലോയുള്ള എനിക്ക് ഏകദേശം 4 മാസം പൂർണ്ണിമ ചേച്ചി അവിടുന്ന് ഫുഡ് അവിടുന്ന് വരുന്നതേ കഴിക്കാവുള്ളൂ എന്ന് സാർ പറഞ്ഞു, ഭാഗ്യരാജ് സാർ വീട്ടിൽ നിന്ന്. അപ്പോൾ രാവിലെ ഗുലാബ് ജാമും രസഗുളയും വരും, പിന്നെ റോസാപ്പൂ എന്തോ ഒരു ഗുലാബിയോ എന്തോ ഒരു സംഭവം വരും. ഈ ഒന്നാമത് മധുരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ഇന്നും. ഇത് ഇത്രയും കഴിച്ചിട്ട് AC ഇടാതെ റൂമിൽ കിടത്തി ഉറക്കാൻ പറഞ്ഞു എന്നെ. അങ്ങനെ 4 മാസക്കാലം അങ്ങ് ആലോചിക്കണം. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇത്രയും കഴിക്കുമ്പോൾ നമ്മൾ മത്ത് പിടിക്കും. മുമ്പിരിക്കുന്ന ആരെന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഇത്രയും രസഗുളയും ഗുലാബ് ജാമും ഒക്കെ തിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ വരുമ്പോഴത്തേക്കും ആൾക്കാരെ 3-3 നമുക്ക് തോന്നും. കുറേ ജനങ്ങൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. അത് കഴിഞ്ഞ് സെറ്റിലോട്ട് ചെല്ലുമ്പോൾ കറുപ്പ് മേക്കപ്പ് അങ്ങ് അടിക്കും. ബ്ലാക്ക് മേക്കപ്പ് അങ്ങ് അടിച്ചു കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് 61 കിലോയായി.
വെറും 3 മാസം കൊണ്ട് വിട്ടാസി, 3 മാസം സെറ്റിലും ഇതായിരുന്നു. 65 ദിവസം ഷൂട്ടിംഗ് നടന്നു. 65 ദിവസവും അത് ഒരു നായികയും കിട്ടാത്ത ഭാഗ്യമാണെന്ന് അങ്ങ് ഓർക്കണം. സാധാരണ ഒരു നായിക വരുമ്പോൾ ജ്യൂസ് മാത്രം കഴിച്ച് ശരീരം നോക്കി പട്ടിണി കിടന്നല്ലേ, വയറ്റിലൊക്കെ ബെൽറ്റൊക്കെ ഇട്ടൊക്കെ അല്ലേ നിൽക്കണേ. ഇത് ഗുലാബ് ജാമുൻ തിന്ന് ഈസി ആയിട്ട്, അതൊക്കെ ദൈവം എനിക്ക് തന്ന ഭാഗ്യം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ഒരു കുറവോടെ വന്ന നായികയായിരുന്നു ഞാൻ ആദ്യമേ. ഭർത്താവിനാൽ വെറുക്കപ്പെട്ട് ഇഷ്ടപ്പെടാതെ സ്വഭാവം കൊണ്ട് പിന്നെ ഭർത്താവ് തിരിച്ചു വരുന്നൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ. നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീ, അതിനപ്പുറം സൗന്ദര്യമില്ല. അപ്പോൾ ആ റോള് ചെയ്ത് തമിഴ്നാട്ടിലെ എല്ലാവരുടെ ആരാധന പിടിച്ച് പറ്റിയപ്പോഴത്തേക്കും വെയിറ്റ് 61 കിലോ ആയി. പിന്നെ എന്നെ നേരിട്ട് കാണുന്നതിൻ്റെ 20 കിലോ കൂട്ടി ക്യാമറയെ കാണുകയും ചെയ്യും. അതങ്ങനെ വിട്ടാൽ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും, എൻ്റെ മകളടക്കം അങ്ങനെയാണ്. ഒരു സ്റ്റില്ലെടുത്താൽ ആ മോള് നേരിട്ട് നിൽക്കുന്ന പോലല്ല ഫോട്ടോയിൽ. ഇപ്പം വിട്ടാൽ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, ഇതുപോലല്ല ഞാൻ ഫ്രെയിമിൽ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വിധിയും കൂടെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ കൂടെ ആ പടത്തിൽ ഓക്കെ ആയി. ഈ ഗുലാബ് ജാമും ഇതുപോലെ ഈ ഫോട്ടോയുടെ പ്രശ്നം കൂടെ വന്നപ്പോൾ ഈ രൂപത്തിലായി അല്ലേ? പിന്നീട് അത് കുറഞ്ഞിട്ടുമില്ല. പിന്നെ കുറഞ്ഞിട്ടേ ഇല്ല, എത്രയോ പതിറ്റാണ്ട് അങ്ങനെ തന്നെ പോയി. പക്ഷെ പിന്നെ എപ്പോഴൊക്കെ അതാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ മെലിഞ്ഞ്, കാരണം ഇവർ രണ്ടുപേരും നായിക. കലാരഞ്ജനി 4 ഭാഷകളിൽ സൂപ്പർ താരങ്ങളോട് അഭിനയിച്ച ഹീറോയിനാണ്. ഉർവശി സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ എനിക്ക് മാത്രം എന്തു പറ്റി കോമാളി റോൾ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ, കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ കലാകാരന്മാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊഫഷണലായിട്ടുള്ള റൈവലറിയും കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഞങ്ങൾ തമ്മിലില്ല, ഇന്ന് വരെ ഇല്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധമെന്ന് പറയുന്നത് ഇന്ന് വന്നും ഞങ്ങൾ ഒന്നാണെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള പടമായിരുന്നു മൂൻറാംബറ പടത്തിൽ ശ്രീദേവി ചെയ്ത ക്യാരക്ടർ. എൻ്റെ ആഗ്രഹം ആ റോൾ ചെയ്യണം. ഘോഷിഷ് പടത്തിൽ ജയഭാദുർ ചെയ്ത റോളും ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ആ പടം കാക്കത്തൊള്ളായിരം പടത്തിൽ പൊടിമോള വേഷം ചെയ്തു. ഒരു 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ ബുദ്ധി ഓവറാക്കാതെ അവൾ അഭിനയിച്ചപ്പോൾ ഞാൻ അഭിനയിച്ചു എന്നാണ് അതിൽ തോന്നിയത്. അവൾ അഭിനയിച്ചപ്പോൾ അവളിൽ കൂടി ഞാനാണ് ആ റോൾ ആസ്വദിച്ചത്. ഇനി ആ റോള് തന്നാൽ ഒരുപക്ഷെ എനിക്ക് അതിൻ്റെ പുതുമയും കാണാം. കലാരഞ്ജനിയും ഉർവശിയൊക്കെ ഇങ്ങനെ നായികമാരായിട്ട് വിലസുമ്പോൾ നല്ല അഭിനയശേഷിയുള്ള കൽപ്പനയ്ക്ക് ആ ഒരു പരിവേഷം കിട്ടാതെ പോയതിൽ ചെറിയ വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ വിഷമമാണ്, എൻ്റെ കൂടപ്പുറപ്പിനുള്ള വിഷമമല്ല അത്. എന്തുകൊണ്ട് എനിക്ക് വന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഏത് പെൺകുട്ടിക്കും തോന്നൂടെ. 18-19 വയസ്സുള്ളൊരു കുട്ടിക്ക് സൂപ്പർ നായകന്മാരോട് അഭിനയിക്കണമെന്ന് തോന്നുന്നത് സ്വാഭാവികം. ഒരാളെന്തോ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, ഇപ്പം പറയണമെന്ന് പറഞ്ഞിരിക്കുക. നോക്കാരാണ് കൽപ്പന, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം ഞാൻ കൽപ്പനയുടെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം കൽപ്പനയ്ക്ക് ദേശീയ തലത്തിലൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൽപ്പനയെ ഒന്ന് ബന്ധപ്പെട്ട് ഒരു അഭിനന്ദനം അറിയിക്കാൻ ഒരുപാട് പാടുപെട്ടു. കഴിഞ്ഞ ഏതാണ്ട് 2 വർഷത്തോളമായിട്ട് ഈ ദോഹയുമായിട്ട് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് സാധിക്കാതെ പോയി. അതുകൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കൽപ്പനയ്ക്ക് ഞാൻ ഇതിലൂടെ രേഖപ്പെടുത്തുന്നു. പിന്നെ അലി ചേച്ചിക്ക് ചോദിക്കാനെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സകലകലാവല്ലഭരുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് കൽപ്പന. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും കലാകാരന്മാരാണ്. ഞാൻ എപ്പോഴും പറയും, പക്ഷേ കൽപ്പനയെ മലയാളി എന്നും കണ്ടിരിക്കുന്നത് ഒരു അങ്ങേ അറ്റത്തെ ഒരു എന്താ പറയുക, ഏറ്റവും ഒരു മുതിർന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഹാസ്യ കലാകാരന്മാരുടെ കൂട്ടത്തിലെ ഒരു മികച്ച ഹാസ്യ നടിയായിട്ടാണ് മലയാള സിനിമയും പ്രേക്ഷകരും കൽപ്പനയെ എന്നും കണ്ടിരിക്കുന്നത്. എനിക്ക് കൽപ്പനയോട് ചോദിക്കാനുള്ളത്, ഇത്രയും നല്ല കഴിവുള്ള ഒരു കൽപ്പനയെ മലയാളി എന്നും ഒരു നല്ല ഹാസ്യ നടിയായി കണ്ടതിൽ കൽപ്പനയ്ക്ക് ഒരു ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? വിഷമമുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന മൊത്തം അതാ. സർക്കസിലെ കോമാളിയില്ലേ, ഏറ്റവും എല്ലാവരും വർണ്ണിക്കുമല്ലോ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് കോമഡിയാണ്, നായികയാവാൻ പാടാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, ഒരു അവാർഡിന് പോലും സർക്കസിലെ കോമാളിയുടെ കാര്യമേ ഉള്ളൂ. നമ്മൾ കോമാളിത്തരം കാണിക്കുമ്പോൾ അവരെ കാണുമ്പോൾ കഷ്ടം, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നല്ലോ പാവത്തങ്ങൾ, എന്തെല്ലാം കാണിക്കുന്നു പാവം എന്നുള്ളൊരു ഫീലാണ്. നായകനോട് നായികയോടും ഉള്ളു സ്നേഹം. കാരണം ഞാനത് മുമ്പേ പറയുന്നത്, അങ്ങനെ കോമഡിക്ക് വാല്യൂ ഉണ്ടെങ്കിൽ ഇവിടെ നാഷണൽ അവാർഡ് വാങ്ങിക്കേണ്ട ആർട്ടിസ്റ്റ് ജഗതി ശ്രീകുമാറാണ് അല്ലേ? ജഗതിയല്ലേ വാങ്ങിക്കേണ്ടത്? അത്രയും നല്ലൊരു കലാകാരൻ എവിടെ ഉണ്ട്? അദ്ദേഹത്തിന് എന്ത് സ്റ്റേറ്റിൽ അവാർഡ് കിട്ടി? അതുകൊണ്ട് ചേച്ചി ചോദിച്ചാൽ വളരെ കറക്റ്റാണ്. കാരണം ഒരു സീനിയർ ഒരു ലെവലാണ് എനിക്കെപ്പോഴും കോമഡി ചെയ്യുന്നവരോടും അതാണ്. അത് ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. സഭയിൽ നമ്മൾ ഇരിക്കുന്നൊരിടത്ത് ആ ഉർവശി, പാർവതി, മോനിഷ എന്നൊക്കെ പറയുന്ന കൽപ്പന ചേച്ചി എന്നാണ് പറയുന്നത്, അവരുടെ കൂടെ പറഞ്ഞ പോലെ അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ ചേച്ചി ചോദിച്ച കറക്റ്റാണ്. ഇത്രയും നല്ല ഫാമിലിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കഥാപാത്രം തുടർച്ചയായി കിട്ടിയതെന്ന് പറഞ്ഞാൽ അതൊക്കെ വിധിയെന്നേ പറയാൻ പറ്റുമോ ബ്രിട്ടാസ്ജി? വിധിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് കഥാപാത്രം ചെയ്യുന്നവർക്കേ അവാർഡിന് പരിഗണിക്കുകയുള്ളൂ. പക്ഷെ വന്നപ്പോൾ വൈകി. ഒരു സിനിമയിൽ മുഴുനീള റോൾ ഉണ്ടായിരിക്കണം, അങ്ങനൊരു നിയമമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷേ ഞാൻ ചെയ്ത ഒരു ചെറിയ നന്മ, ആ അന്തർജനം, ആ അമ്മയുടെ പ്രാർത്ഥനയും റസിയയുടെ പ്രാർത്ഥനയായിരിക്കാം. ഇന്ന് ഞാൻ റസിയയുടെ പ്രാർത്ഥന തന്നെയാണ്. കൽപ്പന പറഞ്ഞതിൽ പകുതി കാര്യം പകുതി ഒരുപക്ഷെ കൽപ്പനയുടെ വിനയം കൊണ്ട് പറയുന്നതായിരിക്കാം. പല കോമഡി രംഗങ്ങളും ഇപ്പം കൽപ്പന പറയാൻ ശ്രമിച്ചത് ഒരു സർക്കസിലെ കോമാളിയുടെ പ്രസക്തി അതിനകത്ത് ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും
ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ വിദൂഷക വേഷം കെട്ടി അങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നത് തീക്ഷ്ണമായ തീവ്രമായ രംഗങ്ങളെക്കാൾ ഒരുപക്ഷെ ഈ ഹ്യൂമർ രംഗങ്ങളായിരിക്കും. ബിട്ടാജി അതായിരിക്കാം. കാണുന്നവരൊക്കെ പറയും കൽപ്പനയും ജഗതിയും കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തോ സന്തോഷമാണ്. ഏതൊരു സിനിമയിൽ എനിക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ ചിരി വരും. മറ്റേ ഉമ്മച്ചൻ എന്തായിരുന്നു അത് ഞാൻ വന്നിട്ടൊരു കുക്കാണ്. ഞാൻ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുക്കാണ്. ഇദ്ദേഹം ആക്ച്വലി ഇദ്ദേഹം CID ആണ്. ഇദ്ദേഹം മറ്റേ ആന്തൂറിയ അതൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ് ഉമ്മച്ചനൊക്കെ. അത് അല്ല, ഡയലോഗിലുണ്ടായിരുന്നു. CID ഉണ്ണികൃഷ്ണൻ എന്നുള്ള സിനിമയിലാണ്. അപ്പോൾ അതിൽ ഇപ്പം ഇത്തരം ക്യാരക്ടർ ഓർക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പോലെ ഇല്ല എന്നല്ല, അപൂർവം ക്യാരക്ടർ. പക്ഷേ ഡിഫറെൻറ്റ്. നമ്മൾ എന്നും കഞ്ഞിയും പയറും തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ലേ? വേറിട്ട് നമുക്കൊരു സദ്യ കഴിക്കണമെന്ന് തോന്നാം, ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് തോന്നാം. അതെൻ്റെ ലൈഫിൽ അധികം ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. അങ്ങനെ വേറിട്ട് കഴിച്ച ചില ഹോട്ടലുകളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. സ്പിരിറ്റ്, പിന്നെ പുന്നാരം പടം, പിന്നെ അതുപോലെ തന്നെ ആ സിനിമകളിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു സിനിമയുണ്ട്. അതിൽ നായിക വേഷത്തിൽ അല്ലെങ്കിൽ പോലും നായികയുടെ ഒപ്പം തന്നെ സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരു ഹ്യൂമർ വേഷമാണ്. ഈ UDCയുടെ ഒക്കെ ആ നടപ്പും ആ നോട്ടവും ആ എടുപ്പും ഇതൊക്കെ എവിടുന്ന കൽപ്പന പഠിച്ചെടുത്തത്? അല്ല, ഈ റോളാണെന്ന് മിസ്റ്റർ ഷാജി കൈലാസ് ആണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു സന്തോഷ് ശിവൻ, സന്തോഷനാണ് എൻ്റെ ക്യാമറ. അപ്പോൾ റോളിന് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ലീവ്ലെസ് എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇടുന്ന ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ചെറുപ്പമാണ്. അപ്പോൾ അദ്ദേഹം ശ്രീ ഷാജി കൈലാസ് അദ്ദേഹം എന്നോട് ചോദിച്ചു, കൊച്ചല്ലേ, ഇതൊക്കെ ചെറിയ പ്രായമല്ലേ, ഇട്ടാലെന്താ, ഈ ക്യാരക്ടർ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു എനിക്ക് വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവസാനം പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞു ഈ റോൾ അങ്ങനെയാണ്, കൽപ്പന വിഷമിക്കേ വേണ്ട, ഇങ്ങനെയുള്ള കോസ്റ്റ്യൂം ഇടുന്നതുകൊണ്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത റോളാണത്. കാരണം ഒരു ഗ്രാമത്തിലെ എല്ലാവരും മയങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മാച്ചിനായിട്ട് ആ ചേഷ്ടകളൊക്കെ എവിടുന്നാണ് കൽപ്പന നോക്കി പഠിച്ചത്? അത് വിട്ടജി നോക്കി പഠിക്കാന്ന് പറഞ്ഞാൽ അമ്മ ആർട്ടിസ്റ്റാണ്, അച്ഛനും ആർട്ടിസ്റ്റാണ്. അത് രക്തത്തിലുണ്ടോ? ഇല്ല, രക്തത്തിൽ ആ സെക്ഷനെ ഞാൻ നോക്കിയിട്ടില്ല. പഞ്ചാരയല്ല ഞാൻ എൻ്റെ സെക്ഷൻ വേറെയാ. കാരണം എന്നെ 15 വയസ്സ് മുതൽ 20 വയസ്സുള്ള ചേച്ചിന്നേ വിളിച്ചിട്ടുള്ളൂ. 15 വയസ്സ് എനിക്കുള്ളപ്പോൾ എന്നെ ഒരാൾ ചേച്ചിന്നേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ ഇന്നും. അത് എൻ്റെ ചെയ്യുന്ന റോൾസിന് ഞാൻ വിചാരിക്കും എനിക്ക് റെസ്പെക്ട് ഇല്ലാത്തൊരു ഡയലോഗ് പറയാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. ആരോ ഒരാൾ ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നത്, ഒരു പക്ഷേ എനിക്കറിയില്ല, നോക്കട്ടെ. ഒരുപാട് പേര് കോമഡി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു വന്നിട്ടാണ് കൽപ്പന എന്ന ഒരു ഫീമെയിൽ ആക്ട്രസ് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് സിനിമയിലേക്ക് വരുന്നത്. എനിക്ക് കൽപ്പനയോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഒരു കോമഡി ചെയ്യുന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൽപ്പനയുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരു മോഡൽ അല്ലെങ്കിൽ ആരെങ്കിലും അനുകരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരെങ്കിലും അനുകരിച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഈ ഹ്യൂമർ റോളുകൾ വ്യാപകമായിട്ട് കൈകാര്യം ചെയ്യുന്ന കൽപ്പന സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു നടിയോ അല്ലെങ്കിൽ അഭിനേതാവിനെയോ മാതൃകയായിട്ട് മോഡലായിട്ട് എടുത്തിട്ടുണ്ടാകുമോ? അനുകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മറ്റു വ്യക്തികളെ ആരെയും അനുകരിച്ചിട്ട് എൻ്റെ അമ്മ പറയുന്ന വാക്കുകളാണ്. അപാര ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. ഇതൊക്കെ വീട്ടിലാണ് എൻ്റെ പഠനം. തീർച്ചയായിട്ടും. കാരണം വീട്ടിൽ അമ്മ പറയുന്ന ക്യാരക്ടറൈസേഷനും അമ്മ പറയും, കോസ്റ്റ്യൂംസിൻ്റെ രീതി വരെ അമ്മ പറഞ്ഞു തരും. അതുപോലെ തന്നെ ചിലവർ നടക്കുന്നതൊക്കെ ഒത്തിരി പേര് കൊച്ചിയിലേ നടക്കും. ചിലവർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരിക എന്ന്, ചിലവർ നടന്നാലും എത്തത്തില്ല, ഞണ്ടിനെ പോലെ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്ന് പറഞ്ഞ പോലുള്ള നടത്തങ്ങൾ പലതരം. പക്ഷെ അത്രയൊന്നും ഞങ്ങൾക്ക് സിനിമയെ കാണിക്കാൻ എനിക്ക് കിട്ടിയില്ല. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഇപ്പം ഈ പശുപതിയിൽ ഒരു ഗ്രാമത്തെ മൊത്തം ഈ പറഞ്ഞ പോലെ സൂചിമുനയെ നിർത്തുന്ന ഒന്ന് കുഴഞ്ഞ് പോകുന്നു, അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പഞ്ചാരയല്ലല്ലോ, ഞാൻ ബേസിക് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമുള്ള. കാരണം ഞങ്ങൾ ബേസിക് അങ്ങനെ ഒരുപാട് ലൈഫിൽ ഉല്ലാസപരമായിട്ടുള്ള മേഖലകൾ മിസ് ഔട്ട് ചെയ്തല്ലേ കൽപ്പന? മിസ് ഔട്ട് ചെയ്യുന്ന അത് ആവശ്യമില്ല വിട്ടാസി. കാരണം ഒരു പബ്ലിക് ഫിഗർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ തൊട്ടുപുറകിന് മാധ്യമങ്ങളോട് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചെന്നൊരു കാര്യം. എന്തായാലും കൽപ്പന കോളേജിലൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പെൺപിള്ളേരെ പോലെ കുറച്ച് പ്രണയിച്ചൊക്കെ നടക്കണമെന്നൊക്കെ ആലോചിച്ചിരുന്നില്ലേ? അന്നോ കോളേജിലെ അതുകൊണ്ട് വിട്ടില്ല. ചിലപ്പോൾ കുറേ എണ്ണത്തിനെ വീട്ടിൽ വിളിച്ചോണ്ട് വരുമെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പഠിച്ചില്ല, 10ാം ക്ലാസ്. അതെങ്ങനെ ഇവർ ചെയ്യുന്ന കാര്യം ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത്? അയ്യോ കഷ്ടം, ഇനി ഇവരൊക്കെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക വിട്ടാച്ചി, ഞങ്ങളെ തെറ്റിക്കല്ലേ. അപ്പോൾ വിട്ടാച്ചി ബേസിക് ഒരു പക്ഷേ ആ ഒരു തോട്ട് വന്ന ഒരാളല്ല ഞങ്ങൾ. എൻ്റെ അച്ഛൻ പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ കലാകാര അങ്ങനെ വ്യത്യാസമില്ലാതെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ആൾക്കാരെ നടുകില്ല എൻ്റെ അച്ഛൻ. ഒത്തിരി പുരുഷന്മാരെ കുഞ്ഞിലേ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. ഇന്നത്തെ പോലല്ല. ഇന്നാണെങ്കിൽ ഒരു കൊച്ചിനെ ഒരു തണ്ടയിലാക്കിയിട്ട് പോകാനൊക്കത്തില്ല, പീഡിപ്പിച്ച് കളയും. പക്ഷെ അന്ന് എൻ്റെ കൊച്ചിലെ അതല്ല, ആരുടെ കൂടെ വിശ്വസിച്ച് നമുക്ക് ഇരിക്കാം. പക്ഷെ അന്ന് സഭാകമ്പം ഇല്ലാതെ ഞങ്ങൾക്കായത് അച്ഛൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരു വശത്ത്, അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾ ഒരു വശത്ത്, അതൊക്കെ കണ്ടു വളർന്നത് കൊണ്ടാവാം ഒരാണിനെ കാണുമ്പോൾ വേറൊരു തോട്ട് ഞങ്ങൾക്ക് വരാറില്ല. അല്ല കൽപ്പന, ഒരുപക്ഷെ
കൽപ്പനയ്ക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടാതെ പോയി. അത് ശ്രദ്ധിക്കണം. എന്താ കാരണം വെച്ചാൽ ഈ പ്രൊഫഷൻ്റെ അഭിനയത്തിൻ്റെ യാതൊരു പ്രഷറും ഇല്ലാതെ ഒരു 5, 6, 7 വർഷക്കാലം ഒരു കോളേജിലൊക്കെ പഠിച്ച് അതിൻ്റെ ഉല്ലാസം അതൊക്കെ മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ കൽപ്പനയ്ക്ക്. ഇല്ല, കാരണം എന്താന്ന് വെച്ചാൽ ഒരു കോളേജിന്റെ അന്തരീക്ഷമാണല്ലോ ഞങ്ങളുടെ സിനിമ സെറ്റ്. വീട് തന്നെ ഒരു കോളേജ്, വീട് ഒരു കോളേജ്. വെളിയിൽ ചെല്ലുമ്പോഴും നമ്മൾ ചെല്ലുന്നിടത്തും ഷൂട്ടിങ്ങും എല്ലാം പലതരം പ്രായക്കാരില്ലേ. ഇത്രയും ഇന്നും എൻ്റെ ഫ്രണ്ട്സ് ആണുങ്ങളാണ്. സെറ്റിൽ ചെന്നാൽ ഫുഡ് തരുന്ന കുട്ടികളടക്കം ലൈറ്റ് മാൻസ് ആണ് എൻ്റെ ഫ്രണ്ട്സ്. അവരോടാണ് ഏറ്റവും കൂടുതൽ ചങ്ങാത്തം. അവരാണ് എല്ലാം നമുക്ക് പറയുന്നതും. ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി, ഇന്നലെ ഈ ഷൂട്ടിംഗ് നടന്നു ചേച്ചി, ഇന്നലെ ഇങ്ങനെയായിരുന്നു, എല്ലാ ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടും എനിക്ക്. ഇങ്ങനെയാണ് ചേച്ചി, ഇവിടെ ഇങ്ങനെയാണ്, എല്ലാം കിട്ടുന്ന അവരുടെ കയ്യിൽ നിന്ന് ഓരോരുത്തരെ കുറിച്ചും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ലെവൽ ബന്ധമില്ല. ഇന്നും ഒരു ഡയറക്ടർ, പ്രൊഡ്യൂസേഴ്സ് ആ ലെവലിൽ ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല.